ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ ഹരിപ്പാട് സ്വദേശിനി സാവരിയ ബസൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആമ്പക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ബിജെപി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. ഉസ്ബെക്കിസ്ഥാനിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി സാബരിയ ബസന്തിന്റെ കൊലപാതകം സിബിഐ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയത്. ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആമ്പക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു. അതിന് മതം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം അതിനെ ദേഹോപദ്രവം ചെയ്യുകയും ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തതായി നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ വിദേശത്ത് മെഡിസിന് വേണ്ടി പോകുന്ന സമയത്ത് ലവ് ജിഹാദുമായി പ്രേമം നടിച്ചുകൊണ്ട് ലവ് ജിഹാദിൽ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ മതം മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ട് അവരുടെ കാര്യം സാധിച്ചതിന് ശേഷം വളരെ ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ ഇന്ത്യയിലെമ്പാടും നടന്നു വരികയാണ്. ഇതിനെതിരെയാണ് ബിജെപി സംസ്ഥാന തലത്തിൽ ഈ പന്തം കൊളുത്തി പ്രകടനം നടത്തിയിരിക്കുന്നത്. ഈ കേസിൽ പ്രതിയായിട്ടുള്ള സാദുറൽ അനാം എന്ന് പറയുന്ന കക്ഷി മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ ബന്ധു കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഈ കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് നീതിയാണ് ഈ മരിച്ചിരിക്കുന്ന ഈ കുട്ടിക്ക് കിട്ടുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് ഈ കേസ് സിബിഐ അന്വേഷണത്തിന് വിടാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ബിജെപിക്ക് പറയുവാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത്, ഈ കേസ് സിബിഐക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ പ്രതിയായ ഈ ലവ് ജിഹാദ് വീരനായ ഇയാളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്നാണ് ബിജെപിക്ക് പറയുവാനുള്ളത്. അഭിലാഷ് പമ്പ അധ്യക്ഷനായി. നേതാക്കളായ വിനീഷ് വിശ്വനാഥ്, സുനിത രാജു, മുരളീധരൻ, രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ, രഞ്ജിത്ത്, ഷിബു കാരാവള്ളി, ബിജു ടി രവീന്ദ്രൻ, അമ്പിളി ബിജു, മിനി ജയകുമാർ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.